ISROയുടെ 100ാം ബഹിരാകാശ വിക്ഷേപണം ജനുവരി 29 നടക്കും. രാവിലെ 6:23 വിക്ഷേപണം. GSLV F-15 ബഹിരാകാശ വാഹനത്തിൽ NVS-02 ഉപഗ്രഹമാണ് ഭാരതത്തിന്റെ 100ാം വിക്ഷേപണ ദൗത്യം. ബഹിരാകാശ രംഗത്തെ അഭിമാനമായി തീർന്ന സ്പേസ് ഡോക്കിംഗ് വിജയിച്ചതിനു പിന്നാലെ ജനുവരിയിൽ തന്നെ മറ്റൊരു മഹാമുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ISRO. ഭാരതത്തിന്റെ 100ാം ബഹിരാകാശ വിക്ഷേപണ വാഹനം 29 രാവിലെ 6:23 വിജയത്തിന്റെ ആകാശങ്ങളിലേക്ക് കുതിച്ചുയരും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും വിക്ഷേപണം നടക്കുക. GSLV F-15 വിക്ഷേപണ വാഹനം NVS-2 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കും. ഭാരതത്തിന്റെ കൃത്യതയാർന്ന നാവിഗേഷൻ ഉറപ്പാക്കുന്നതിനുള്ള സാറ്റലൈറ്റാണ് NVS-2. സൈനികവും സൈനികേതരവുമായ ആവശ്യങ്ങൾക്കും കൃഷി, സമുദ്ര പഠനം തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കും ഉപഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രയോജനപ്പെടും. പ്രധാനമായും 2 ഘടകങ്ങളാണ് സാറ്റലൈറ്റിനുള്ളത്. ഒന്ന് നാവിഗേഷനും മറ്റൊന്ന് റേഞ്ചിംഗ് ഭാഗവും. നാവിഗേഷൻ സാറ്റലൈറ്റ് 3 ബാൻഡുകളിലായി ഭൂമിയിലേക്ക് സിഗ്നലുകൾ നൽകും. സമയകൃത്യത ഉറപ്പാക്കുന്നതിന് റുബീഡിയം ആറ്റോമിക് ക്ലോക്ക് ആയിരിക്കും നാവിഗേഷൻ ഘടകത്തിൽ പ്രയോജനപ്പെടുത്തുക. കൃത്യസമയം ഉറപ്പാക്കുന്ന സംവിധാനമാണ് റുബീഡിയം ആറ്റോമിക് ക്ലോക്ക്. സമയം ഉറപ്പാക്കി റേഞ്ചിംഗ് ഘടകം ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ ലഭ്യമാക്കും. ഇവ രണ്ടും സംയോജിപ്പിക്കുന്നത് കപ്പലുകളും മറ്റു സംവിധാനങ്ങളും കൃത്യമായി എവിടെയെന്ന് കണക്കാക്കാനും വേഗവും ഗതിയും കണ്ടെത്താനുമാകും. അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണം സാധ്യമാകുന്നതോടെ ഇന്ത്യയുടെ സ്വന്തം റീജിയണൽ പൊസിഷനിംഗ് സിസ്റ്റമായ നാവിക് കൂടുതൽ കാര്യക്ഷമമാക്കാനും ഭാവിയിൽ GPS തുല്യമായി പ്രവർത്തനക്ഷമമാക്കാനും സാധിക്കും. സയൻസ് ഡെസ്ക്, ജനം.